ഒമാൻ പുതുതായി കൾച്ചറൽ വിസ അനുവദിച്ചിരിക്കുകയാണ്. ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക? ബാക്കി നജ്മ മജീദ് പറയും. ഒമാനിൽ നിന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്ത കൂടിയാണ് വരുന്നത്. കൾച്ചറൽ വിസ ഒമാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കൾച്ചറൽ വിസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു വിസയാണ്. 3 മാസത്തേക്കോ അതിലധികം സമയത്തേക്കൊക്കെ എടുക്കാം. പക്ഷേ അതിന് യോഗ്യത ഉള്ളവർ ആരാണെന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. വിശദമായി തന്നെ നോക്കാം. ഒമാൻ കൾച്ചറൽ വിസ അവതരിപ്പിക്കുന്നു. ഇനി അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്ന് പറയുന്നത് സാംസ്കാരിക ആവശ്യങ്ങൾക്ക് ഒമാനിലെത്തുന്ന വിദേശികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കൾച്ചറൽ വിസ എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിന് യോഗ്യതരായിട്ടുള്ളവർ എന്നുള്ളത് നോക്കാം. വിദേശ കലാപ്രവർത്തകർ, അല്ലെങ്കിൽ ഗവേഷകർ, ബുദ്ധിജീവികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഈ വിസ കൊണ്ട് ഒമാൻ ലക്ഷ്യമാക്കുന്നത്. മറ്റൊന്ന്, സാംസ്കാരിക, കായിക അല്ലെങ്കിൽ യുവജന മന്ത്രാലയം, അക്കാദമിക് സ്ഥാപനങ്ങൾ, അംഗീകൃത സാംസ്കാരിക കേന്ദ്രങ്ങൾ പോലുള്ള അതോറിറ്റികളുടെ അപേക്ഷ പ്രകാരമായിരിക്കും വിസ നൽകുക. നമ്മുടെ ഒമാനിലേക്ക് എത്തുന്ന സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, യുവജന മന്ത്രാലയത്തിൽ നിന്നുള്ളവർ, അങ്ങനെയുള്ള പല മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വിസ എന്ന് പറയുന്നത്. അവർ ഒമാനിലേക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് എത്തുന്നവർക്ക് വേണ്ടിയാണ് വിസ ഒമാൻ അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി ആരാണ് ഇവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, ആരാണ് ഇതിൻ്റെ അപേക്ഷ നൽകുക എന്നുള്ളതാണ് പറഞ്ഞത്. ഈ യുവജന മന്ത്രാലയം അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയായിട്ടുള്ള ബന്ധപ്പെട്ട അതോറിറ്റികൾ അവരുടെ അപേക്ഷ പ്രകാരമായിരിക്കും ഇവർക്ക് വിസ നൽകുക എന്നുള്ളതാണ്. അടുത്തത്, ജീവിത പങ്കാളിക്കും, ആരാണോ അവിടെ വിസ അപേക്ഷിക്കുന്നത് അവരുടെ ജീവിത പങ്കാളിക്കും ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കൾക്കും. എന്താണ് ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് അറിയാം, എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിബ്ലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയോ സഹോദരനോ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസോ, പങ്കാളിയല്ലാത്ത നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധുക്കാരെയാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ സാംസ്കാരിക ജോയിനിങ് വിസയും ഒമാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനുള്ളിൽ വിസ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ വിസ അസാധുവാകും എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ട, ജാഗ്രത വേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇഷ്യൂ ചെയ്ത 3 മാസത്തിനുള്ളിൽ നമ്മൾ ആ വിസ ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. അടുത്തതായി, യോഗ്യത ആർക്കൊക്കെയാണ് എന്നുള്ളതാണ്. സാംസ്കാരിക വിനിമയ പരിപാടികൾ, അല്ലെങ്കിൽ കലാപരിശീലനങ്ങൾക്കൊക്കെ ആയിട്ട് ഒമാനിലെത്തുന്നവർ അതിൽ യോഗ്യതയുള്ളവരാണ്. മറ്റ് കൂട്ടർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസ്കാരം, കല, പൈതൃകം എന്നിവയിൽ ഗവേഷണ സഹകരണവുമായി ബന്ധപ്പെട്ട ഒമാനിലെത്തുന്നവർക്കാണ്. അടുത്തത്, സാഹിത്യം, കലാ സമ്മേളനങ്ങളിലെ പങ്കാളിത്തം. ഇതുപോലെ ഇപ്പം നമ്മൾ ഷാർജയിലൊക്കെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലുകളൊക്കെ പോലെയുള്ള ബുക്ക് ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള പരിപാടികൾ, സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ഒമാനിലെത്തുന്നവർക്ക് കൂടി അവർ കൂടെ ഈ ഒരു വിസയ്ക്ക് യോഗ്യരായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, സാംസ്കാരിക കലാപരിപാടികളിലും പ്രദർശനങ്ങളിലും പങ്കെടുക്കുകയോ സംഘടിപ്പിക്കുകയോ ചെയ്യുന്നവർ. പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല, അത്തരത്തിലുള്ള ഏതെങ്കിലും പരിപാടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒമാനിൽ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ അവർക്കും ഈ കൾച്ചറൽ വിസ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തതായി, എങ്ങനെയാണ് ഇതിൻ്റെ തുക, ഇതിനൊരു ഫീസ് ഈടാക്കുന്നുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. എങ്ങനെയാണ് അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ 1 വർഷത്തേക്ക് 50 ഒമാനി റിയാലാണ് വരുന്നത്. ഇനി അത് 5 വർഷത്തേക്കുള്ള വിസയാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും പ്രതിവർഷം 50 ഒമാനി റിയാൽ തന്നെയാണ് വരുന്നത്. 10 വർഷത്തേക്കാണെങ്കിലും പ്രതിവർഷം 50 ഒമാനി റിയാൽ തന്നെയാണ് വരുന്നത്. അടുത്തതായി, എന്തൊക്കെയാണ് ഒമാൻ ഈ ഒരു കൾച്ചറൽ വിസ കൊണ്ട് ലക്ഷ്യമാക്കുക എന്നുള്ളത് കൂടി നോക്കാം. സാംസ്കാരിക ടൂറിസത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. അടുത്തതായി, വൈജ്ഞാനിക കൈമാറ്റത്തിന് പിന്തുണ നൽകൽ, രാജ്യത്തെ സാംസ്കാരിക കലാപരിപാടികൾ, വിദേശ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഒമാനിൽ നടക്കുന്ന സാംസ്കാരിക അല്ലെങ്കിൽ സാഹിത്യ പരിപാടികളിലൊക്കെ മറ്റു രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തുക, ഇതുപോലെ വൈജ്ഞാനിക കൈമാറ്റം എന്നുള്ളതൊക്കെയാണ് ഒമാൻ ഈ ഒരു കൾച്ചറൽ വിസ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അടുത്തത്, സാംസ്കാരിക മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് നിയമപരമായ മേൽനോട്ടം ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി കൾച്ചറൽ വിസ കൊണ്ട് ഒമാൻ ഉദ്ദേശിക്കുന്നു. ഇതൊക്കെയാണ് ഒമാനിലെ കൾച്ചറൽ വിസയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.